ഞാനിപ്പോൾ രാവിലെ ഈ ബാഗ് തൂക്കിയിരിക്കുന്നത് വെച്ചാൽ ഈ ബാഗ് നിറച്ച് എനിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളാണ്. ആ സാധനം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയും, ഇതൊക്കെ ആക്രിയല്ലേ എന്ന്. ആക്രി അല്ല. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ്, അറിയാമോ? എന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പം എൻ്റെ മാമി കഴിഞ്ഞ തവണ അക്ഷയയിൽ വേണ്ടിയിട്ടൊരു ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ കുറച്ച് സാധനങ്ങൾ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ പുറകെ കൊണ്ടുവന്നു. ഇതിനെ ആക്രി പറക്കൽ എന്നൊക്കെ പറയും. പക്ഷേ എനിക്കിത് ആക്രി പറക്കലിനെക്കാട്ടിയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് എടുത്തിട്ട് നമ്മളത് ഉപയോഗിക്കുക. അതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ അങ്ങനത്തെ ടൈപ്പാണ്. അപ്പം അത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നുള്ളി പെറുക്കുവാണ്. അതായത് നമുക്കിപ്പോൾ ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലതായിട്ടുള്ളതൊക്കെ പെറുക്കിയപ്പോൾ ഇത്ര സാധനങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീടിൻ്റെ മുകളിൽ കോഴിക്കൂടുണ്ട്. അപ്പോൾ ആ കോഴിക്കൂട് എന്താ പണിയൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴാണ് നിങ്ങളെ ഇത് കാണിക്കുന്നത്. വെച്ചാൽ നമ്മുടെ തേനീച്ചക്കൂട്, അതായത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീടാണ്. അവരിങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ട്. കണ്ട് ചെറുതേനാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് തേനൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ലതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആകുമ്പം ഫ്രിസി ആകുമ്പോൾ ഞാൻ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യും. അതൊക്കെ യൂസ് ചെയ്ത് കുളിച്ചതിന് ശേഷം വന്നപ്പോൾ അത് ചോറിന് ആകുമ്പോൾ പുളിശ്ശേരി, അതേപോലെ തന്നെ തോരൻ, അതേപോലെ 2 ടൈപ്പ് അച്ചാർ. എനിക്ക് കൂടുതലും വെജിറ്റബിൾ, അതായത് വെജിറ്റേറിയനാണ് ഇഷ്ടം. അതായത് ഞാൻ മീൻ കഴിക്കാറില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളത്, ചിക്കൻ കഴിക്കില്ലെന്നല്ല, ഇത് മീൻ കഴിക്കാറില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ചോറുണ്ടതിന് ശേഷം അമ്മ അതേപോലെ പേരക്കയിൽ മുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിരുന്നു. എനിക്ക് പക്ഷേ അല്ലാതെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഇതൊരു ഫ്ലോപ്പായ ഒരു സൂപ്പാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് അച്ഛൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.